കണ്ണമംഗലം പഞ്ചായത്ത് 5-ാം വാർഡിൽ പൂന്തോട്ടം കർഷക കൂട്ടായ്മയുടെ കീഴിൽ ആരംഭിച്ച ജൈവകൃഷി പദ്ധതിയിൽ തക്കാളി കൃഷിയുടെ ആദ്യഘട്ട വിളയെടുപ്പ് വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണ്ണിൽ ബെൻസീറ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. 13 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് തക്കാളി, വത്തക്ക, മുളക് എന്നിവ ഈ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്തിട്ടുള്ളത്. മുതിർന്ന കർഷകരായ അഹമ്മദ് പഴയകത്ത്, ബഷീർ UN, യുവ കർഷകരായ ഹാഷിർ, കബീർ PK എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ കൂട്ടായ്മ പ്രവർത്തിച്ചു വരുന്നത്. കണ്ണമംഗലം പഞ്ചായത്തിലെ കൊട്ടാശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന VFPCK വെജിറ്റബിൾ ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ മുഖേന കർഷകർക്ക് നൽകുന്ന വിത്തുകളും അതുപോലെ കാർഷിക ഉൽപ്പന്നങ്ങളും ഈ കർഷക കൂട്ടായ്മയാണ് നൽകി വരുന്നത്. വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തിന്റെ മൊബൈൽ പഴം, പച്ചക്കറി വാഹനത്തിലും ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന തക്കാളി ഉൾപ്പെടെയുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളും കർഷകരിൽ നിന്നും നേരിട്ട് ശേഖരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ 1000 കിലോയിലധികം തക്കാളിയാണ് ഇവർ ഉൽപ്പാദിപ്പിച്ചത്. വിളവെടുപ്പ് ഉത്സവം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണ്ണിൽ ബെൻസീറ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് UM ഹംസ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പുളിക്കൽ അബൂബക്കർ മാസ്റ്റർ, മുജീബ് പൂക്കുത്ത് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. വളരെയേറെ സന്തോഷമുണ്ട്. ഇന്ന് കണ്ണമംഗലം പഞ്ചായത്തിൽ 5-ാം വാർഡിൽ ഉള്ള യുവ കർഷകരോടൊപ്പമാണ്. അവരുടെ വിളവെടുപ്പിന്റെ ഉത്സവത്തിൽ ഞങ്ങൾ കൂടി പങ്കെടുക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നാട്ടുകാരും ഒക്കെ ഇതിന്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ തക്കാളിയുടെ ഈ കൂട്ടം കണ്ട ഒരുപക്ഷെ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇത് നമ്മുടെ നാട്ടിലാണ്, മലപ്പുറം ജില്ലയിലെ കണ്ണമംഗലം പഞ്ചായത്തിൽ 5-ാം വാർഡിലാണ്. അവരെ ഒരു പുതിയ സംരംഭം എന്നുള്ള നിലയിൽ തക്കാളി കൃഷി ആദ്യമായിട്ട് ചെയ്തു നോക്കിയതാണ്. വൻ വിജയമാണ്. മാത്രമല്ല ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജൈവ രീതിയിൽ ഉള്ള കൃഷി രീതി സ്വീകരിച്ചതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ വീടുകളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് വാങ്ങി കൊണ്ടുപോയി ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള അതിൻ്റെ ഒരു പ്രത്യേകത. അതേപോലെ തന്നെ 10 ഏക്കറോളം കൃഷിയിൽ വത്തക്ക അവർ ഈ റംസാൻ്റെ മുന്നോടിയായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. യുവ കർഷകർ അവരെ മാതൃകാ കൃഷി രീതികൾ സ്വീകരിച്ചുകൊണ്ടാണ് അവർ മുമ്പോട്ട് വന്നിട്ടുള്ളത്. അവരെ പരമാവധി നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് ഓരോ വർഷവും ഏകദേശം 50 ലക്ഷത്തോളം രൂപ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നെൽകൃഷി, അതേപോലെ തന്നെ പുതിയ കാർഷിക രീതികൾ പരീക്ഷിക്കുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളുമായിട്ട് മുമ്പോട്ട് പോകാറുണ്ട്. കാർഷിക മേള ഉൾപ്പെടെ ഭാവിയിൽ ഇത്തരം മേഖലയിലേക്ക് കടന്നു വരുന്ന കർഷകരെ കൂടി പ്രോത്സാഹിപ്പിക്കുന്നതിനാവശ്യമായ പുതിയ പ്രോജക്റ്റുകൾ കൂടി ഏറ്റെടുക്കുന്നതിന് വേണ്ടി വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് ശ്രമിക്കുമെന്നാണ് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ തന്നെ നേരത്തെ ഞങ്ങൾ ആരംഭിച്ചൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിച്ച പച്ചക്കറികളും അതേപോലെ തന്നെ അവരുടെ ഉൽപ്പന്നങ്ങളും ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വാഹനം നമ്മളെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ സജ്ജമാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് വേങ്ങരയിലും പരിസരങ്ങളിലുമായിട്ട് കർഷകരിൽ നിന്ന് നേരിട്ട് ഉൽപ്പന്നങ്ങൾ സ്വീകരിച്ച് അത് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സംരംഭം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതൊരു വൻ വിജയമാണ്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും അവർ വഴി തക്കാളിയും വത്തക്കയും അതേപോലെ തന്നെ മറ്റ് പച്ചക്കറിയും ഒക്കെ നാട്ടുകാരിലേക്ക് കൃത്യമായി എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തും. അതോടൊപ്പം എല്ലാ നാട്ടുകാരോട് പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളത് യുവ കർഷകർ, പ്രത്യേകിച്ച് അവർ ഈ മേഖലയിൽ കുറച്ചാളുകൾ നേരത്തെ തന്നെ ഈ മേഖലയിലുള്ളവരുണ്ട്. യുവ കർഷകർ രംഗത്ത് ആദ്യമായി മുമ്പോട്ട് വന്നവരാണ്. അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ആകാവുന്നത്ര നമ്മളൊക്കെ ഇതിൻ്റെ ഭാഗമായി അവരെ സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.